ഹായ്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ തോന്നാറില്ല, മോട്ടിവേഷൻ തോന്നാറില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് പഠനം എന്ന് പറയുന്നത് ഒരു ബോറൻ പരിപാടി ആയതുകൊണ്ട് തന്നെ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ മോട്ടിവേഷൻ വരികയും നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാൻ തോന്നുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്താ? പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. ചുമ്മാ കാണാപ്പാഠം പഠിക്കാതെ ചില ടെക്നിക്സ് യൂസ് ചെയ്ത് പഠനം കുറെ കൂടെ എന്റർടൈനിങ്ങും എൻഗേജിങ്ങും ആക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക് വായിക്കുമ്പോൾ ഒരു ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്നുകൊണ്ട് വായിക്കാം. ഒരു ചോദ്യകർത്താവ് ഈ മേഖലയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്തി ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇടും എന്ന് സ്വയം ചലഞ്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഘട്ടം ഇതിനേക്കാൾ രസകരമാണ്. ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് ആ ടോപ്പിക് പഠിക്കുക. ഇപ്പൊ ഞാൻ ആ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് എന്തൊക്കെ സംശയങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യത, ആ ഒരു ക്ലാരിറ്റിയിൽ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പേഴ്സണലി എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടെക്നിക്കാണത്. പല റാങ്ക് ലിസ്റ്റിലും എത്താൻ സാധിച്ചത് ഈ ഒരു ടീച്ചർ മൈൻഡ് സെറ്റിൽ പല ടോപ്പിക്സിനും അപ്രോച്ച് ചെയ്തുകൊണ്ടാണ്. ഇഫ് ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. നിങ്ങൾക്ക് പഠിക്കണമെന്ന് അതിതീവ്രമായ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ടെക്നിക്സും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഠനം കൂടുതൽ ഇൻട്രസ്റ്റിംഗും ചലഞ്ചിങ്ങും ആവും. അപ്പൊ എല്ലാവരും ഗോ ടു യുവർ ക്ലാസ്സസ്.